പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദിവ്യ സന്ദേശത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിൽ അതിമഹത്തായ വാക്തത്വം എന്ന തലക്കെട്ടിൽ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാം. അബ്രഹാമിന് ദൈവം നൽകിയ വാക്തത്വങ്ങളെക്കുറിച്ചാണ് പ്രാരംഭമായി നമ്മൾ ചിന്തിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു 3-4 ചിന്തകൾ ഇതിനകം പങ്കുവെച്ച് കഴിഞ്ഞു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതാണ് ഒന്നാമത്തെ വാക്തത്വം. അതിൻ്റെ ഒരു മറുവശമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വം നിന്നെ വലിയൊരു ജാതിയാക്കും എന്നാണെങ്കിലും മറ്റ് ചില ട്രാൻസ്ലേഷനിൽ നിന്റെ സന്തതിയെ, നിന്നിൽ നിന്ന് പിറക്കുന്ന സകല സന്തതികളെയും ഞാൻ വലിയൊരു ജാതിയാക്കും. ദൈവം നമുക്കൊരു പ്രോമിസ് തരുമ്പോൾ അത് നമ്മിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമുക്കും നമ്മുടെ പിൻതലമുറക്കാർക്കും ആ വാക്തത്വങ്ങൾ ദൈവം നിവർത്തിച്ചു നൽകുകയാണ്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ്. ദൈവം നമ്മെ വലിയൊരു ജാതിയാക്കും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതിനൊരു സമയം അവിടെ പറയുന്നില്ല. നമുക്കെല്ലാവർക്കും ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ഇന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് നിറവേറണമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മളല്ലേ. ചില സമയത്ത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കാൻ നമ്മുടെ കലണ്ടറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മുടെ ഘടികാരത്തിൻ്റെ സൂചികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ അത് നിലയ്ക്കുന്നതിന് മുൻപ് വാക്തത്വം പറഞ്ഞവന് ഒരു സമയമുണ്ട്. അതുകൊണ്ട് അബ്രഹാം തൻ്റെ വാക്തത്വം പ്രാപിച്ചെടുത്തത് ദീർഘക്ഷമയോടെ കാത്തിരുന്നു കൊണ്ടാണ് എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുപാട് തിടുക്കം നമ്മൾ കാണിക്കണ്ട. കർത്താവിനറിയാം, ചില വാക്തത്വ നിവർത്തികൾ പെട്ടെന്ന് ചെയ്താൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പോകുമെന്ന് പോലും ചിലപ്പോൾ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഹി വിൽ വെയിറ്റ് ഓൺ ഹിസ് ടൈം. സഭപ്രസംഗിയിൽ എന്താ വായിക്കുന്നത്? അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഓർക്കുക, ദൈവം നമ്മെ വലിയൊരു ജാതിയാക്കും. അല്ലെങ്കിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവം ശ്രേഷ്ഠമാക്കപ്പെടുന്നവരുമുണ്ട്, സ്വയം ശ്രേഷ്ഠരാകാൻ ശ്രമിക്കുന്നവരുമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഈ ഒരു വാക്തത്വത്തിന് യോഗ്യനായ വ്യക്തി അബ്രഹാം തന്നെയാണോ? തനിക്ക് മുന്നമേ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ ചെറിയൊരു ആശയത്തിൽ ഈ വാക്തത്വം വാസ്തവമായി കേൾക്കേണ്ടിയിരുന്നത് നോഹയല്ലേ. കാരണം എന്താണ്? ലോകം മുഴുവനും പാപത്തിൽ വർദ്ധിച്ചപ്പോൾ നോഹയുടെ പിതാവായ ലാമക്ക് പറഞ്ഞു, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ മകന് നോഹ എന്ന് പേരിട്ടത്. നോഹ അന്നത്തെ കോടിക്കണക്കിന് ആളുകളുടെ പാപത്തിൻ്റെ പ്രവർത്തികൾക്കിടയിൽ വേറിട്ട് മാറി നിന്നു. നോഹയെക്കുറിച്ച് തൻ്റെ വംശപാരമ്പര്യം പറയുന്നത്, നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടന്നവനുമായിരുന്നു. മാത്രമാണോ, ഈ മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അത് മാത്രമല്ല, നോഹ എന്ന വ്യക്തിയോട് ദൈവം ഒരു ഉടമ്പടി നൽകി, ഞാൻ നിന്നോട് നിയമം ചെയ്യും. ആ ഉടമ്പടിയുടെ വെളിച്ചത്തിൽ ദൈവം തന്നോട് പറഞ്ഞതനുസരിച്ച് താനൊരു പെട്ടകം പണിതു. ആ പെട്ടകം ദൈവം പറഞ്ഞ മാതൃക പ്രകാരം, നമ്മളവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, കൽപ്പിച്ചതുപോലെ അങ്ങനെ തന്നെ ചെയ്തു. അനുസരണമുള്ള ഒരു ദൈവഭൃത്യൻ, കൃപയുള്ള ഒരു ദൈവഭൃത്യൻ.
എന്തിനേറെ പറയുന്നു, ലോകത്തെ മുഴുവനും ദൈവം ജലപ്രളയം കൊണ്ട് ന്യായവിധി നടത്തുമ്പോൾ താനും തൻ്റെ കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ കുറ്റം വിധിക്കുമ്പോൾ വിമുക്തനാക്കപ്പെട്ട ഒരു തലമുറയായി മാറി. സത്യത്തിൽ ആ വ്യക്തിയോടല്ലേ ദൈവം തന്റെ വാഗ്ദത്തം കൊടുക്കേണ്ടിയിരുന്നത്? വേദപുസ്തകം പറയുന്നു, ആ മനുഷ്യൻ പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട് ഭൂമിയിലേക്ക് അഥവാ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 8-ാം അധ്യായം അല്ലെങ്കിൽ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നോഹയുടെ പുത്രന്മാരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. നോഹ തൻ്റെ ജീവിതത്തിൽ നിഷ്കളങ്കനായിരുന്നു, ശരിയാണ്. ദൈവത്തോട് നിയമം ചെയ്തു, ശരിയാണ്. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം തനിക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. 18 മുതലുള്ള വാക്യത്തിൽ, പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫത്തുമായിരുന്നു. 19-ാമത്തെ വാക്യം, ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ, അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഉടമ്പടി ചെയ്ത വിശുദ്ധനായിരുന്ന മനുഷ്യൻ, കൃപയുണ്ടായിരുന്ന മനുഷ്യൻ, ഇപ്പോ ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോൾ വീഞ്ഞു കുടിച്ച് മത്തനായി ലഹരി പിടിച്ച് നഗ്നനായി കിടന്നു. എന്തൊരു അവസാനമാണിത്! വേദപുസ്തകം പറയുന്നത് ജലപ്രളയ ശേഷവും ഇദ്ദേഹം 350 സംവത്സരം ജീവിച്ചിരുന്നു. നോഹയുടെ ആയുഷ്കാലം എന്ന് പറയുന്നത് 950 സംവത്സരമാണ്. 950 കൊല്ലം ജീവിച്ച മനുഷ്യൻ. പക്ഷെ അവസാനം എത്തിയപ്പോൾ അതൊരു വല്ലാത്ത അവസാനമായി. മാത്രമല്ല, തൻ്റെ തലമുറ ഷേം, ഹാം, യാഫത്ത്, തൻ്റെ തലമുറയെക്കുറിച്ച് വായിക്കുന്നത് അവരുടെ തലമുറയിൽ നിന്നാണ് നിമ്രോദ് എന്ന നായാട്ടി വീരനുണ്ടായത്. നമ്മളൊക്കെ വായിക്കുന്നുണ്ടല്ലോ ബാബേൽ കോട്ട 11-ാം അധ്യായത്തിൽ. ഇവരുടെ തലമുറയാണ്, പിൻതലമുറകളാണ് വാസ്തവത്തിൽ ദൈവത്തെ ഒറ്റപ്പെടുത്തി വേറിട്ട് മാറി. അവർ പറഞ്ഞു, നാം നമുക്കൊരു പേരുണ്ടാക്കുക, നമുക്കൊരു പ്രശസ്തി വേണം, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. ഒരു ഹ്യൂമനിസം നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. മനുഷ്യ മതം അവിടെ ഉണ്ടാക്കുക. ബാബേൽ എന്ന കോട്ട അവിടെ പണിയുന്നു. പക്ഷെ വേദോസം പറയുന്നു, സ്വന്തമായി ഉയരാൻ ശ്രമിച്ചവരെ ദൈവം തകർത്ത് കളഞ്ഞു, അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കലക്കമെന്നാണ്. അങ്ങനെ ദൈവം ഭൂമിയിൽ അവരെ ചിന്നിച്ചിതറിച്ചു കളഞ്ഞു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട, മാനിക്കപ്പെടേണ്ട മനുഷ്യൻ, അവന്റെ തലമുറ ഭൂമിയിൽ ചിതറിപ്പോയപ്പോൾ ഏതോ കോണിൽ കിടന്ന ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ, ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദൈവം നമ്മെ ഉയർത്തിയാൽ അത് നിലനിൽക്കുന്നതാണ്. സ്വയം നാം ഉയരാൻ ശ്രമിച്ചാൽ അത് തകരും, ഉറപ്പാണ്. ദൈവത്താലുള്ള ഉയർച്ചയ്ക്കായി നമ്മെ തന്നെ താഴ്ത്താം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം വചനം കേൾക്കുന്ന എല്ലാവിടുത്തെ ശ്രോതാക്കളെയും അനുഗ്രഹിക്കണം. കർത്താവേ, ഞങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ, ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ.
കേൾവിക്കാരായ എല്ലാ ശ്രോതാക്കളെയും മാനിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. Have a blessed day. Thank you.